പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 2 ശനിയാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് ബന്ധു നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം
കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. സങ്കീർത്തനം 42:2 എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക. രാപ്പകൽ കണ്ണീർ എന്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. അതായത് നമ്മളെപ്പോഴും ഈ ദിവസങ്ങളുണ്ടല്ലോ, അതായത് ഇതൊരു വിഷയമാണ്. പല ആൾക്കാർക്കും ഭയങ്കര ദാഹമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അമിത ഭാരം വെക്കും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേ ഇപ്പം ഇവിടുത്തെ ഈ സങ്കീർത്തനത്തിൻ്റെ സത്യസന്ധമായ ഭാരക്കുറവുള്ള പ്രാർത്ഥന കാരണം പറക്കാൻ എളുപ്പമാണ്. എന്താ കാര്യം? എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ദാഹം എന്താ? നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ ദൈവത്തിനായിട്ടല്ല ദാഹിക്കണത്, ദൈവത്തിൻ്റെ ആനുകൂല്യത്തിനായിട്ടാണ് ദാഹിക്കുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി എന്നല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി ദാഹിക്കുന്നു. അങ്ങനെ ഒരു കാലം മുഴുവൻ തുടർന്നുള്ള അവസ്ഥ എന്താ? അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഈട് വെക്കും. പിന്നെ ഒരു കാലത്ത് ഇത് പൊങ്ങത്തില്ല. പല ആൾക്കാരുടെയും പ്രാർത്ഥന ഭാരപ്പെട്ട പ്രാർത്ഥനയാണ്. കാര്യം എന്താണ്? ഇവർ ദൈവമായിട്ടുള്ള ഇടപാട്. ഇപ്പം ചെല്ലു ചോദിക്കണേ, എന്തിനാ പള്ളി, എന്താ ഇപ്പം പള്ളിയിൽ നിന്ന് മാറണില്ല? അപ്പോൾ തിരിച്ച് പള്ളിയിൽ നിന്ന് പള്ളി പോകാത്തവരോട് നമ്മൾ പറയുമ്പോൾ നിങ്ങളൊന്നും കാണുന്നില്ലല്ല. ഓ, ഞങ്ങൾ വലിയ പാപികളൊന്നും ഇല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മൾ പാപികളുമായി തന്നെയല്ല, അവർക്ക് അതിനൊക്കെ ആവശ്യമില്ലെന്നാണ് പറയണത് പള്ളിയിൽ പോകണ്ട. അപ്പോൾ എന്തോ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പള്ളി. ഏറ്റവും വലിയ ആവശ്യം എന്താ? ദൈവമാണെന്ന് ആ മരക്കഴുതൊക്കെ അറിയത്തില്ല. അത് ചിലർക്ക് മരണം വരെ അറിയാൻ പറ്റത്തില്ല. പിശാച് വന്ന ആ ജ്ഞാനം അവരിൽ നിന്ന് തട്ടി മാറ്റിക്കളയും മിക്കവാറും. കാര്യം ഏറ്റവും വലിയ ആവശ്യമെന്ന് പറഞ്ഞാൽ എന്താ? ഭൗതിക ജഡിക സമ്മർദ്ദങ്ങളെക്കാളല്ല, ദൈവമാണ് ഏറ്റവും വലിയ ആഗ്രഹം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതും ദൈവവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും റിലേഷനിലും ഒരു സ്നേഹത്തിൽ നിലനിൽക്കാനാണ് നമ്മുടെ ആത്മാവ്. അതായത് എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനെ ദാഹിക്കുന്നുവെന്നാണ്. ഇസ്രായേൽ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. ഇസ്രായേൽ ദൈവത്തിനെ രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്. ചത്ത ദൈവങ്ങളുണ്ട്, ജീവനുള്ള ദൈവങ്ങളും ഉണ്ടാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയണത്. എന്താ പത്രോസ് പറയാം? പത്രോസിനോട് കർത്താവ് ചോദിക്കത്തില്ലേ, ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എവിടെ വെച്ചാൽ ചോദിക്കണേ? ഇത് കേസറിയ ഫിലിപ്പിൽ ചോദിച്ച്. കേസറിയ ഫിലിപ്പ് എന്താ? കേസാന്ന് പറഞ്ഞാൽ സീസറിൻ്റെ ചക്രവർത്തിയുടെ അഭിധാനത്തിന് വേണ്ടി ഫിലിപ്പ്
രാജാവ് പണികഴിപ്പിച്ച അമ്പലത്തിൻ്റെ മുകളിൽ വെള്ളരിക്കോലങ്ങളെപ്പോലെ എന്നാണ് പറയുന്ന ബറൂക്കിൻ്റെ പുസ്തകമില്ലേ, കണ്ണുണ്ട് കാണുന്നില്ലാത്ത വിഗ്രഹങ്ങൾ. അപ്പം എന്ന് വെച്ചാൽ അവർ അടയാളമായിട്ടല്ലല്ലോ, അവർ വിഗ്രഹമായിട്ട് തന്നെ ദൈവമായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ അതിനെ അടയാളമായിട്ടും പ്രതിരൂപമായിട്ടൊക്കെയാണ് പ്രതിച്ഛായിട്ട് കാണും. അപ്പൻ്റെ അമ്മയുടെയൊക്കെ രൂപങ്ങൾ നമ്മൾ വെക്കുന്നില്ലേ, ആദരവോടെ കാണും. അതിനൊരു ആ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ആദരവാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അത് സ്നേഹത്തിൻ്റെ ഭക്തിയുടെ വേറൊരു തലമാണത്. പക്ഷേ ഇതങ്ങനെ ചിലരങ്ങനെയല്ല, ചിലർ അതാണെന്നതിനാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് പത്രോസ് പറയും, നീ ഇതുപോലെയുള്ള ദൈവമല്ല, ഈ സീസറിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിലിരിക്കുന്ന പോലെയുള്ള വിഗ്രഹം പോലെയുള്ള ആളല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് ശരിക്കും പറയണത്. ഇപ്പം ആത്മാവ് എപ്പോഴും നിങ്ങൾ വീട്, ജോലി, വിവാഹമെന്നും പറഞ്ഞ് ഭൗതിക ആനുകൂല്യത്തിന് വേണ്ടി ദൈവത്തിനെ എപ്പോഴും സമ്മർദ്ദത്തിന് ഇങ്ങനെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ദൈവത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം. ഒരിക്കലെങ്കിലും ദൈവത്തിന് അങ്ങനെ തോന്നിയില്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. അല്ല, ദൈവത്തിൻ്റെ ആനുകൂല്യത്തിനായിട്ട് എപ്പോഴും ദാഹിക്കണമല്ല, അനുഗ്രഹത്തിനായിട്ട് ദാഹിക്കണമല്ല, ദൈവത്തിനായിട്ട് ദാഹിക്കണം. അങ്ങനെയാണോ നിൻ്റെ ജീവിതമെന്ന് ഒരു ഇൻട്രോസ്പെക്ഷൻ മനസ്സിലിരുത്തി നോക്കിയാൽ, ദൈവത്തിന് വേണ്ടി കൊതിക്കാൻ തുടങ്ങിയ പിന്നെ പ്രാർത്ഥനകളെല്ലാം സിമ്പിളാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.